ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത്. കഴിഞ്ഞ ദിവസം സംഭവിച്ച പ്രശ്നങ്ങളോടുള്ള ബന്ധത്തിൽ പല കോർണർ ചർച്ചകളും രാവിലെ മുതൽ ബി ഹൗസിനുള്ളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആരാണ് ശരി, ആരാണ് തെറ്റ്, ഇതൊക്കെ തീരുമാനിക്കേണ്ടത് ബിഗ് ബോസ് തന്നെയാണ്. ഇന്ന് നാളെയുമായിട്ട് ലാലേട്ടൻ ഈ വിഷയങ്ങളെ മുഴുവൻ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യും എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. എന്നാൽ ഇന്ന് രാവിലെ നടന്ന ചർച്ചകളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയണമെന്ന് തോന്നി. ഏകദേശം 80ഓളം ക്യാമറകൾ, ഈ 80ഓളം ക്യാമറകളിൽ അവിടെ നടക്കുന്ന ഓരോ ചെറു ചലനങ്ങൾ പോലും ഒപ്പിയെടുക്കപ്പെടുന്നു. അത് അവർ എഡിറ്റ് ചെയ്യുന്നു. ഇന്നലെ ഷൂട്ട് ചെയ്ത കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ലൈവായി കണ്ടുകൊണ്ടേയിരിക്കുന്നത്. അല്ലാതെ അവിടെ നടക്കുന്ന സകലതും നമ്മുടെ മുൻപിൽ അവർ കാണിച്ചുകൊണ്ടിരിക്കുകയല്ല. കൃത്യമായി എഡിറ്റ് ചെയ്ത് പ്രേക്ഷകർ അറിയേണ്ടത് മാത്രമാണ് ഈ ലൈവിൽ കൂടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനകത്തുനിന്ന് വീണ്ടും എഡിറ്റ് ചെയ്തതിനു ശേഷമാണ് 1 മണിക്കൂറുള്ള എപ്പിസോഡായിട്ട് നമുക്ക് വരുന്നത്. ഇതെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. എന്നാൽ ആ വീട്ടിനുള്ളിൽ ഒരു എഡിറ്റിംഗും ഇല്ലാതെ കൃത്യമായിട്ട് കാര്യങ്ങളെല്ലാം കാണുകയും കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ആൾക്കാർ ഈ പ്രശ്നത്തോടുള്ള ബന്ധത്തിൽ ചില അഭിപ്രായങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. അതിൽ ക്യാപ്റ്റൻ ഷാനവാസ് പറഞ്ഞൊരു കാര്യമുണ്ട്. വളരെ വ്യക്തമായി ഗ്രൂപ്പ് കളി ഇതിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. ചില ആൾക്കാർ, അവർക്ക് ചിലരെ മാത്രമാണ് ഇഷ്ടം. അങ്ങനെ ഗ്രൂപ്പ് ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് എന്ത് തോന്നിയാസം കാണിച്ചാലും അതിനെ സപ്പോർട്ട് ചെയ്തേ പറ്റൂ. കാരണം അവർ ആ ഗ്രൂപ്പിന്റെ ഭാഗമാണ്. എത്ര പെട്ടെന്നാണ് ഈ വീടിനകത്ത് 2 ഗ്രൂപ്പ് ഉണ്ടായത്. അതങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞ് പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇന്നലെ ഡാൻസ് കോമ്പറ്റീഷന് വേണ്ടിയുള്ള അനൗൺസ്മെന്റ് വന്നപ്പോഴാണ് ആ ഗ്രൂപ്പ് കളി വ്യക്തമായി പുറത്തു വന്നത്. അതായത് അവർക്ക് 1 സെക്കൻഡ് പോലും ആലോചിക്കേണ്ടി വന്നില്ല അവരുടെ കൂടെ ആരൊക്കെ കളിക്കണം എന്നുള്ളത്. അപ്പാനിയുടെയും അക്ബറിന്റെയും ബിന്നിയുടെയും ഒക്കെ കാര്യമാണ് പറയുന്നത്. ഓൾറെഡി അവരൊരു ഗ്രൂപ്പാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് രണ്ടിലൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. ആ ഗ്രൂപ്പിലുള്ള ആൾക്കാർ മുഴുവനും അവർ ഒരുമിച്ച് നിന്നുകൊണ്ട് ഡാൻസ് കളിച്ചു. ഇത് വളരെ കൃത്യമായൊരു കാര്യമാണ്. ഈ ഷോ കണ്ടുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ മനസ്സിലും തോന്നി, ഗ്രൂപ്പ് കളിക്കുവാൻ വേണ്ടി കൂടിയിരിക്കുന്ന വ്യക്തികൾ തന്നെയാണല്ലോ ഡാൻസ് പ്രാക്ടീസിന് ഇറങ്ങിത്തിരിക്കുകയും ഡാൻസ് കളിക്കുകയും ചെയ്തതെന്ന്. അപ്പോൾ ഗ്രൂപ്പ് കളി വളരെ വ്യക്തമാണ്. പക്ഷേ ഇത് ബിഗ് ബോസ് ആണ്. എത്ര നാള് ഈ ഗ്രൂപ്പ് കളിയുമായിട്ട് ഇവർക്ക് മുൻപോട്ട് പോകാൻ സാധിക്കും? ഇപ്പോൾ ചങ്കും കരളും ഒക്കെ ആയിട്ടിരിക്കുന്ന ആൾക്കാർ ബദ്ധശത്രുക്കളായി മാറത്തക്കവണ്ണമുള്ള ബിഗ് ബോസിന്റെ കളികൾ വരുന്നുണ്ട്. ആ സമയത്താണ് അവിടെ നിന്നും പദം പെറുക്കിയുള്ള കരച്ചിലുകളൊക്കെ വരാൻ പോകുന്നത്. ഇപ്പോൾ ഗ്രൂപ്പാണ്, വിശ്വസ്തരായിട്ട് നിലനിൽക്കുകയാണ്. അതുകൊണ്ട് പല ആൾക്കാരെ കുറിച്ചുള്ള പല ഗോസിപ്പുകളും അതിനകത്ത് പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷേ ഗെയിം മുൻപോട്ട് പോകുന്ന അവസ്ഥയിൽ ഇവരെ തമ്മിൽ ബിഗ് ബോസ് അടുപ്പിക്കും. ഇവർ ബദ്ധശത്രുക്കളായി മാറും. ആ സമയത്ത് പലരും പലതും തുറന്നു പറയും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്തായിരുന്നു ഈ ഗ്രൂപ്പ് കളിയുടെ പിൻപിൽ ഇത്രയും നാൾ നടന്നതെന്ന്. ഇവർ ഒരുമിച്ച് കൂടുന്നു. ഇവർക്ക് ഇഷ്ടമില്ലാത്ത ചിലരെ കുറിച്ച് മാത്രം എല്ലായ്പ്പോഴും ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അവരുടെ വായിൽ നിന്നും എന്തെങ്കിലും വീണ് കിട്ടുവാൻ വേണ്ടി കാത്തിരിക്കുന്നു. ഒരുമിച്ച് എല്ലാവരും കൂടി ചേർന്ന് അവരെ ആക്രമിക്കുകയാണ്. അതേക്കുറിച്ച് അഭിലാഷ് ഇപ്പോൾ ശൈത്യയുമായിട്ട് സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട്, ഈ നെറികെട്ട കളിക്ക് എന്നെ കിട്ടില്ല, ഞാൻ ഒറ്റയ്ക്ക് കളിക്കാൻ വേണ്ടിയാണ് ഇവിടേക്ക് വന്നിരിക്കുന്നത്. സത്യത്തിൽ ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത്? 2 പേർ തമ്മിലൊരു പ്രശ്നമുണ്ടാകുമ്പോൾ ആ പ്രശ്നത്തിനകത്തേക്ക് മൂന്നാമതൊരു വ്യക്തി വന്ന് സംസാരിച്ചത് പരിഹരിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ തെറ്റും ശരിയും പറയുവാൻ ശ്രമിച്ചാൽ അത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ 2 പേർ തമ്മിലുണ്ടാകുന്ന പ്രശ്നത്തിനിടയിലേക്ക് 7-8 പേർ ഒരുമിച്ച് ഇരച്ചു കയറുകയും ഭയങ്കരമായിട്ട് ബഹളമുണ്ടാക്കുകയും ചെയ്താൽ അതിന്റെ ലക്ഷ്യം എന്താണ്? അതിന്റെ അർത്ഥം എന്താണ്? ആർക്ക് എന്ത് കേൾക്കാൻ പറ്റും? കേൾക്കാൻ വേണ്ടിയല്ല അവർ സംസാരിക്കുന്നത്. അവർക്ക് ഇഷ്ടമില്ലാത്ത വ്യക്തിയെ അവർ ഒരുമിച്ച് ടാർഗറ്റ് ചെയ്ത് അവരുടെ സഹായിയെ സംരക്ഷിക്കുവാൻ വേണ്ടി ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും അടിക്കുക, കീഴ്പ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ്. പക്ഷേ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ബോധമുള്ള ഒരു കൂട്ടം ആൾക്കാർ പുറത്തുണ്ട്. നിഷ്പക്ഷരായിട്ട് നിൽക്കുന്ന ആൾക്കാർ. അവരുടെ മുൻപിലാണ് നമ്മൾ ഗെയിം കളിക്കേണ്ടത്. അല്ലാതെ ഇതിനകത്ത് ജയിക്കാനും തോക്കാനും കളിച്ചിട്ട് യാതൊരു കാര്യവുമില്ല എന്ന രീതിയിൽ അഭിലാഷ് പറഞ്ഞു വെക്കുകയാണ്. ഇവിടെ ഓരോ ചങ്ങാതിമാർക്കും ആർമി ഗ്രൂപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. അവർ മാക്സിമം ഫാൻസിനെ കൂട്ടുവാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. എന്തെല്ലാം ചെയ്താലും ഇത്രയ്ക്കൊക്കെ കൂടത്തുള്ളൂ. പക്ഷേ നിഷ്പക്ഷരായി നിൽക്കുന്ന ആൾക്കാർ, ശരിയും തെറ്റും നന്നായിട്ട് മനസ്സിലാക്കുവാൻ കഴിയുന്ന ആൾക്കാർ, ഏതെല്ലാം ആർമി ഗ്രൂപ്പുകളും ഏതെല്ലാം ഫാൻ പേജുകളും വന്ന് എത്രയെല്ലാം മാനിപ്പുലേഷൻസ് നടത്തിയാലും അവർ കാണുന്നതും കേൾക്കുന്നതിനും അനുസരിച്ച് വിധി പറയുവാൻ അവർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ അവരാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അവരുടെ മുൻപിൽ ഗെയിം കളിക്കുവാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അഭിലാഷ് പറയുന്ന സ്ട്രാറ്റജി. എന്നിട്ട് അയാൾ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്തു. എൻ്റെ ഒബ്സർവേഷനിൽ ഈ വീട്ടിൽ ഒരേ നിലപാടോടുകൂടി വന്ന ദിവസം മുതൽ ഇതുവരെയും നിൽക്കുന്ന ഒരു ഗ്രൂപ്പ് കളിക്കും ഒന്നിനും പോകാതെ ഒറ്റ നിലപാടോടുകൂടി നിൽക്കുന്ന ഒരാൾ മാത്രമേ ഉള്ളൂ. അതാണ് അനീഷ്. അനീഷിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചാഞ്ചാട്ടവുമില്ല. അയാളുടെ ഉള്ളിൽ ഒരു ഗെയിമുണ്ട്. ആ ഗെയിം പ്ലാൻ ആണ് അയാൾ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്തത്. അതിനകത്തുനിന്ന് യാതൊരു തരത്തിലുള്ള വ്യത്യാസവും ഇല്ലാതെ അയാൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വേണം ഗെയിം കളിക്കുവാൻ. പക്ഷേ ചില ആൾക്കാർക്ക് അങ്ങനെ നിൽക്കാൻ പറ്റില്ല. അവർക്ക് ഒറ്റയ്ക്ക് കളിക്കാനുള്ള ഗട്സ് ഉള്ള ആൾക്കാരല്ല. അവർക്ക് കൂട്ടായിട്ടിരുന്ന് ചർച്ച ചെയ്യണം. എങ്ങനെ എതിരാളിയെ ഒതുക്കണം എന്നുള്ളത് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കൂടി കേട്ടതിന് ശേഷം അതിനനുസരിച്ച് സ്ട്രാറ്റജികൾ പ്ലാൻ ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാർ.
എന്ന് പറഞ്ഞാൽ അവർക്ക് വ്യക്തമായിട്ടൊരു ഗെയിം പ്ലാൻ ഇല്ല, അവർക്ക് മൈൻഡ് ഗെയിം കളിക്കാൻ അറിയത്തുമില്ല. കൂടിയിരുന്ന് ചർച്ച ചെയ്തെങ്കിൽ മാത്രമേ അവർക്ക് ഏതെങ്കിലും കാര്യത്തിൽ തീരുമാനം പറയുവാനും ഒരു സ്റ്റെപ്പ് മുൻപോട്ട് വെക്കുവാനും കഴിയുകയുള്ളൂ. എന്നാൽ അനീഷിനെ പോലെയുള്ള ആൾക്കാർ അങ്ങനെയല്ല. നിങ്ങളുടെ ആരുടെയും ഒരു സപ്പോർട്ടും എനിക്ക് ആവശ്യമില്ല. ഒറ്റയ്ക്ക് കളിക്കാൻ തന്നെയാണ് ഞാൻ വന്നത്. എനിക്ക് ഗ്രൂപ്പ് ഇല്ല എന്ന് അയാൾ വ്യക്തമായി പറയുകയാണ്. ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിനകത്ത് 2 ഗ്രൂപ്പ് വന്നു കഴിഞ്ഞു. എന്നാൽ ഇതിന്റെ രണ്ടിന്റെയും ഇടയിൽപ്പെടാത്ത അനീഷ്, അയാൾ അനഭിമതനാണ്. അയാളെ ആർക്കും അവിടെ താല്പര്യമല്ല. അയാൾക്ക് താല്പര്യം വേണ്ട, ആരുടെയും ചെങ്ങാത്തവും അയാൾക്ക് വേണ്ട. അയാൾ അയാളുടെ ഗെയിം സ്ട്രാറ്റജിയുമായിട്ട് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം വ്യക്തമാണ്, അയാളുടെ മുൻപിൽ വന്ന് പെട്ടാൽ ഒറ്റയ്ക്കാണെങ്കിൽ പോലും അയാൾ വിടില്ല. അയാൾ പല്ലും നഖവും ഉപയോഗിച്ച് ആക്രമിക്കും. എതിർക്കുവാൻ വേണ്ടി വന്നവൻ അവസാനം ഇറിറ്റേഷൻ കൊണ്ട് പണ്ടാരമടങ്ങി തിരിച്ചു പോകും, കുറെ തെറി പറഞ്ഞിട്ട്. ആ ലെവലിലേക്ക് ഒറ്റയ്ക്ക് നിന്ന് എത്തിക്കും. അത്രയും ഗട്സ് ഉള്ളവർ ഈ സീസണിൽ ഇല്ലടേ. അക്ബറിന്റെയും അപ്പാനിയുടെയും ഒക്കെ ഏറ്റവും വലിയ കലിപ്പും ഇത് തന്നെയാണ്. അവരുടെ കൂട്ടായ്മകൾക്കുള്ളിൽ ഇടയ്ക്കിടയ്ക്ക് പുള്ളി പോയി മൂടുറപ്പിച്ചിരിക്കുന്നില്ല. അവർ പറയുന്നത് കേട്ടുകൊണ്ട് കുലുങ്ങിച്ചിരിക്കുവാൻ അയാൾ എത്തുന്നില്ല. ഒരഭിപ്രായം ആരായാനും അയാൾ പോകുന്നില്ല. അയാളുടെ വഴി നോക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ രസകരമായൊരു സംഭവം ഉണ്ടായി. കിച്ചണിൽ മാവ് കുഴച്ചുകൊണ്ട് നിൽക്കുകയാണ് ജിസേലും അനീഷും കൂടി. ജിസേലിന് മലയാളത്തിലെ ഒരു പാട്ടിന്റെ വരികൾ പൂർണ്ണമായിട്ട് അറിയില്ല. അവിടെയും ഇവിടെയൊക്കെ 1-2 വാക്കുകളും പിന്നെ ട്യൂണും മാത്രമേ അറിയുള്ളൂ. കണ്ണാം തുമ്പി പോരാമോ, എന്നോട് ഇഷ്ടം കൂടാമോ എന്നുള്ള ആ പാട്ടാണ്. അത് അനീഷിനോട് ചോദിക്കുന്നു. അനീഷ് അതിന്റെ ലിറിക്സ് കൃത്യമായി പറഞ്ഞ് ജിസേലിനെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ജിസേലിന് അനീഷ് അതൊന്ന് പാടിക്കൊടുക്കണം, അനീഷിന്റെ പാട്ട് കേൾക്കണം. അപ്പോൾ തന്നെ അനീഷ് ആ പാട്ട് പാടി. പാട്ട് കേട്ട് ജിസേൽ അത് പഠിച്ചതിനു ശേഷം അനീഷിന്റെ മുഖത്തോട് മുഖം അടുപ്പിച്ചു വെച്ചുകൊണ്ട് ഒരു പ്രണയാതുര ഭാവത്തോടു കൂടി ആ പാട്ട് പാടുകയാണ്. കണ്ണാൻ തുമ്പി പോരാമോ, എന്നോട് ഇഷ്ടം കൂടാമോ എന്നുള്ള ആ വാക്ക്. അനീഷിനെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അനീഷിന്റെ കൂടെ ഞാൻ വരുവാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് ജീവിക്കാം, ഇതൊക്കെ പറയുകയാണ്. അപ്പോൾ അനീഷിന്റെ മറുപടി, ഒരു കണ്ണാൻ തുമ്പിയും പോരണ്ട, ആരോടും എനിക്ക് പ്രത്യേകിച്ച് ഇഷ്ടമൊന്നുമില്ല. എനിക്ക് എൻ്റെതായിട്ടുള്ള വഴിയുണ്ട്. എൻ്റെ പാട്ടിന് എന്നെ അങ്ങ് വിട്ടേരെ, ഞാൻ പൊയ്ക്കോളാം. വീണ്ടും അവർ പാടുകയാണ്. രണ്ടാമത് വീണ്ടും പാടിക്കൊണ്ട് ഈ പ്രണയാഭ്യർത്ഥന നടത്തുകയാണ്. അപ്പോൾ അനീഷ് വീണ്ടും സ്ട്രിക്റ്റ് ആയി പറയുകയാണ്, യു ആർ ഓൾറെഡി റിജക്റ്റഡ് എന്ന് പറഞ്ഞാൽ എനിക്കൊരൊറ്റ വാക്കേ ഉള്ളെന്ന്. ഞാൻ ഈ പറയുന്നത് കേൾക്കുമ്പോൾ ഇനി അനീഷിനെ പ്രണയിക്കാൻ വേണ്ടി ജിസേൽ ചെയ്യുന്നുവെന്ന് ഞാൻ പറഞ്ഞെന്ന് പറയരുത്. അതൊരു ഫണ്ണാണ്. അനീഷിന്റെ പുറകിന് ജിസേൽ പ്രണയത്തിനൊന്നും പോയിട്ടില്ല. പക്ഷേ ആ പാട്ട് പാടി പഠിച്ചു കഴിഞ്ഞപ്പോഴേക്കും പ്രണയഭാവത്തോടു കൂടി അവരയാളുടെ മുമ്പിൽ അഭിനയിക്കുകയാണ്. അഭിനയമാണെങ്കിൽ പോലും അനീഷ് ആദ്യം തന്നെ തന്റെ നയം അങ്ങ് വ്യക്തമാക്കി. എന്റെ മുൻപിൽ ഒരു കണ്ണാൻ തുമ്പി നിന്ന് ആടണ്ട, എനിക്ക് ആരോടും പ്രത്യേകിച്ച് ഇഷ്ടവുമില്ല, എന്നെ എന്റെ വഴിക്ക് വിട്ടേക്ക്. ഇതാണ് കൃത്യമായിട്ടുള്ള ഒരു നയം. പക്ഷെ ഇതിനകത്ത് ഒരു ചൂണ്ടയിടിയിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് എത്ര പേർ മനസ്സിലാക്കുന്നുണ്ട്? പ്രണയിക്കാനൊന്നും അല്ല വന്നത്. പക്ഷെ ഈ ഗ്രൂപ്പിനകത്തേക്ക് ഒരാളെ കൂടി ആഡ് ചെയ്യിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫ്രണ്ട്ഷിപ്പ് 100% വിജയമാണ് എന്ന് തന്നെ പറയാം. അതിനുവേണ്ടിയുള്ളൊരു തന്ത്രമാണ് ജിസേൽ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. ജിസേലിന്റെ കയ്യിൽ ഇത്തരത്തിലുള്ള നമ്പറുകൾ പലതുമുണ്ട്. ആ നമ്പറുകൾക്കകത്താണ് അപ്പാനിയും അക്ബറും രണ ഫാത്തിമയും ഡോക്ടർ ബിന്നിയും ഒക്കെ വീണ് കിടക്കുന്നത്. തന്റെ നേട്ടത്തിന് വേണ്ടി ജിസേൽ ഇവരെയൊക്കെ നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, ജിസേൽ ഒരു നല്ല പ്ലെയറാണ്, സ്ട്രോങ് ഗെയിമറാണ്, കളി നന്നായിട്ട് അറിയാം. ഇതിനകത്ത് നിൽക്കുന്ന ഒരുത്തനും അറിയാത്ത കളികൾ ജിസേലിന് നന്നായിട്ട് അറിയാം. ആ കളിയാണ് ജിസേൽ പുറത്തെടുക്കുവാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ അനീഷിന്റെ അടുക്കൽ ഈ കളിയൊന്നും നടക്കില്ല. അനീഷ് തന്റെ നയം വ്യക്തമാക്കുന്നു, യു ആർ ഓൾറെഡി റിജക്റ്റഡ്. ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഇനിയിപ്പോൾ എന്റെ വാക്കിന് മാറ്റമൊന്നുമില്ല എന്ന്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കരുത്. മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.